മൂന്നാം വാർഷിക ആഘോഷത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് KP അയ്യപ്പൻ സാർ, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ KT, സ്കൂളിൻ്റെ മാനേജർ ഉമർ മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ ജിജി ടീച്ചർ, നന്ദി പറയുന്ന ജുമൈല ടീച്ചർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, നമ്മുടെ സ്കൂൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും അഡ്മിഷനൊക്കെ കൂടി നല്ലൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പുതിയ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനപരമായിട്ട് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ച് വന്നിട്ടുണ്ട്. അക്കാദമിക നിലവാരത്തിലും നമ്മുടെ വിദ്യാലയം സബ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു LP സ്കൂളാണ്. കലാപരമായിട്ടും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാം ശ്രദ്ധിക്കുന്ന നല്ല യങ്ങായ ടീച്ചേഴ്സാണ് നമ്മുടെ സ്കൂളിലുള്ളത്. എല്ലാവരും ഒന്നിനൊന്ന് പ്രയത്നിക്കുന്ന ഒരു വിദ്യാലയം. നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന വിദ്യാലയമാണ്. അത് സാധാരണക്കാർക്ക് ഏറ്റവും ഗുണമേന്മയുള്ളൊരു വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അതാണ് പൊതുവിദ്യാലയം. എല്ലാ മതവിഭാഗങ്ങളും സഹോദരന്മാരെ പോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമുക്കത് സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. നമ്മുടെ ഇടയിലുള്ള ഐക്യം ഉണ്ടാക്കിയെടുക്കും. ഈ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാടിന് സമൂഹത്തിൻ്റെ ഒക്കെ സ്വത്താണ്. അത് ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ശരിക്കും അറിവിൻ്റെ വെളിച്ചം നുകർന്നു നൽകുന്ന ഒരു നല്ലൊരു വിദ്യാലയം. 2001 ഞാൻ ആനമങ്ങാട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന കാലത്ത് ഈ വഴിയുടെ ബസ്സിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയം കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അന്ന് വളരെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കുറവായി തികഞ്ഞ ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റം വന്നിട്ട് ഇപ്പോൾ 300 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ്. LKG UKG അടക്കം 400 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയധികം കുട്ടികൾക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ വിദ്യാലയത്തിൻ്റെ മേധാവിക്ക് വളരെയധികം പാടുപെടും. കാരണം ചെറിയ കുട്ടികളാണ്. എങ്കിൽ പോലും ടീച്ചേഴ്സിൻ്റെ സഹകരണവും മാനേജ്മെൻറ്റിൻ്റെ സഹകരണവും PTA ഇടപെടലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിദ്യാലയം അഭിവൃദ്ധിയിലേക്ക് വരാം. അത് ഏറ്റവും നല്ലൊരു ഫലമാണ് എടത്ര AMLP സ്കൂൾ. അത് മാറ്റിയിട്ടുണ്ട്. ഈ വർഷത്തെ LSSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 33 കുട്ടികൾ പരീക്ഷ എഴുതിയില്ലേ, 33 പേരും ജയിക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ഉള്ള ഒരു നല്ലൊരു പരിശീലനം ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവർ നല്ല പരീക്ഷ എഴുതുന്നു. LSS അത്ര കടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലപ്പോൾ 33 പേരും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് ജില്ലയിൽ തന്നെ 100% LSS നേടുന്ന ഒരു വിദ്യാലയം മാറട്ടെ. അതുപോലെ ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാനേജർക്കുണ്ട്. പക്ഷെ സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്നുണ്ട്. പക്ഷേ കുറേയും കൂടി നമുക്ക് കുട്ടികൾക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ കൊണ്ടുവരുവാൻ മാനേജർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയട്ടെ.
ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.